കുട്ടിക്കാലം അവസാനിക്കുകയും കൗമാരം ആരംഭിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? പ്രായപൂർത്തിയാകുന്നത് ഒരു ജൈവികമായ മാറ്റമാണ്. ഹോർമോണുകൾ ഉയരുക, ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക, ശബ്ദം മാറുക, അങ്ങനെ പോകുന്നു മാറ്റങ്ങൾ. ഈ സമയം ലോകം വ്യത്യസ്തമായി കാണപ്പെടുകയും അനുഭവിക്കുകയും ചെയ്യും. പ്രായപൂർത്തിയാകുന്നത് വെറുമൊരു ഘട്ടമല്ല, അത് വൈകാരികമായ ആഘാതം പലർക്കും നൽകാറുണ്ട്. അത് മാനസികമായി പോലും അപകടകരമായി മാറും. ഈ അവസരങ്ങളിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരാണ്. പ്രായപൂർത്തിയാകുന്നത് തടയാൻ രൂപകൽപ്പന ചെയ്ത മരുന്നുകളുടെ ഒരു വിഭാഗമാണ് പ്യൂബർട്ടി ബ്ലോക്കേഴ്സ്. ആഗോളതലത്തിൽ ഇത് ചർച്ചാ വിഷയമായി മാറുകയാണ്. ട്രാൻസ്ജെൻഡറുകളിലും ലിംഗഭേദത്തെ ചോദ്യം ചെയ്യുന്ന യുവാക്കളിലും ദുരിതം ലഘൂകരിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഒരു കാലത്ത് കണക്കാക്കപ്പെടുന്ന ഈ മരുന്നുകൾ ഇപ്പോൾ ചൂടേറിയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാണ്. ഒരു കാലത്ത് ഇവ നിർദ്ദേശിക്കുന്നതിൽ ഏറ്റവും ലിബറൽ ആയിരുന്ന UK ഇപ്പോൾ അവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും മതിയായ തെളിവുകളില്ലെന്ന് പറഞ്ഞ പ്രധാന ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകുന്നത് തടയുന്ന മരുന്നുകൾക്ക് ഇന്ത്യയിൽ ഔദ്യോഗിക പ്രോട്ടോക്കോളുകളോ നിയന്ത്രണ അംഗീകാരങ്ങളോ ഇല്ലെങ്കിലും കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ ഡോക്ടർമാരോട് ചോദിക്കുന്നു, കൗമാരക്കാർ ഓൺലൈനിൽ തിരിയുന്നു. നിയമവ്യവസ്ഥയ്ക്ക് ആകട്ടെ യാതൊരു വ്യക്തതയുമില്ല. പക്ഷെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഈ പ്യൂബർട്ടി ബ്ലോക്കേഴ്സ്? അവ സുരക്ഷിതമാണോ? UK ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്തിനാണ്? വൈദ്യശാസ്ത്രപരമായി GnRH അഗോണിസ്റ്റുകൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് കാരണമാകുന്ന ഹോർമോണുകളെ ഇവ അടിച്ചമർത്തുന്നു. സ്ത്രീകളിൽ ഇത് ഈസ്ട്രജനും പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണുമാണ്. ഇത് പ്രായപൂർത്തിയാകുന്നത് താൽക്കാലികമായി നിർത്തുകയാണ്. ശാശ്വതമായി ഇവ നിർത്തുന്നില്ല. ലിംഗവൈകല്യമുള്ള കുട്ടികൾക്ക് ഈ താൽക്കാലിക വിരാമം സമയം നൽകും, ചിന്തിക്കാനുള്ള സമയം, കൗൺസിലിംഗ് വിധേയമാകാനും സ്വന്തം ഐഡന്റിറ്റി പര്യവേഷണം ചെയ്യാനും സഹായിക്കും. UK 2009 വെറും 97 കേസുകളിൽ നിന്ന് 2022 3500-ലധികമായി കേസുകൾ കുത്തനെ ഉയർന്നു. പക്ഷേ ഇത്തരം മരുന്നുകൾ കൗമാരക്കാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ടോ എന്ന് തെളിയിക്കാൻ ദീർഘകാല പഠനങ്ങളൊന്നുമില്ല. അവ അസ്ഥികളുടെ സാന്ദ്രത, പ്രത്യുൽപാദനക്ഷമത അല്ലെങ്കിൽ വൈജ്ഞാനിക വികസനം എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന് മതിയായ തെളിവുകളില്ല. ലഭ്യമായ മിക്ക ഡേറ്റകളും ചെറിയ നിരീക്ഷണ പഠനങ്ങളിൽ നിന്നാണ് വന്നത്, കർശനമായ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ നിന്നല്ല. എന്നാൽ ഇന്ത്യയിൽ ഈ മരുന്നുകൾക്ക് ഒരു നിയന്ത്രണവുമില്ല. ദേശീയ മാർഗനിർദ്ദേശമോ നിയമപരമായ പ്രായപരിധിയോ നിർബന്ധിത കൗൺസിലിംഗ് ചട്ടക്കൂടോ ഇല്ല. എന്നിരുന്നാലും ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു തുടങ്ങിയ മെട്രോ നഗരങ്ങളിലെ മുൻനിര ആശുപത്രികൾ മാതാപിതാക്കളിൽ നിന്നും കൗമാരക്കാരിൽ നിന്നുമുള്ള ഇത്തരം അഭ്യർത്ഥനകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ശരീരഭാരം, ഉറക്കമില്ലായ്മ, പേശിവേദന, ക്ഷീണം, സ്ത്രീകളിൽ ക്രമരഹിതമായ ആർത്തവം, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവയാണ് ചില സാധാരണ പാർശ്വഫലങ്ങൾ. ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം 2019 വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ പ്രായപൂർത്തിയാകാത്തവരുടെ മെഡിക്കൽ ഇടപെടലുകളെ നിയന്ത്രിക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.